നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാൻ ഇസ്രയേൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്ന് അനിശ്ചിതാവസ്ഥയിലാണ് പശ്ചിമേഷ്യ. ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളെ നേരിട്ട് ആക്രമിച്ചിരിക്കുകയാണ് അമേരിക്ക. ഇറാനെതിരെ ഇസ്രയേൽ സൈനിക നടപടി ആരംഭിച്ചു. ഒരു ആഴ്ചയിലേറെ കഴിഞ്ഞപ്പോഴാണ് US ആക്രമണമുണ്ടായത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇറാൻ ഇസ്രയേലിൽ പ്രത്യാക്രമണം നടത്തി. ഇസ്രയേലിനെതിരായ ആക്രമണത്തിൽ ഖുറാം ഷഹർ 4 മിസൈൽ ഉപയോഗിച്ചുവെന്നാണ് ഇറാൻ സ്റ്റേറ്റ് TV റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കപ്പലിലെ ഏറ്റവും ഭാരമേറിയ മിസൈലാണ് ഖുറാം ഷഹർ 4. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ കനത്ത പോരാട്ടത്തിന് വേദിയായ ഇറാൻ നഗരത്തിന്റെ പേരാണ് മിസൈലിന് നൽകിയിരിക്കുന്നത്. ഖൈബർ എന്ന പേരിലും ഈ മിസൈൽ അറിയപ്പെടുന്നുണ്ട്. 2017 അവതരിപ്പിച്ച ഈ മിസൈലിന് 2000 കിലോമീറ്റർ ദൂരപരിധി, 1500 മുതൽ 1800 കിലോഗ്രാം ഭാരമുള്ള ഒരു വാർ ഹെഡ് വഹിക്കുവാനുള്ള കഴിവുമുണ്ടെന്ന് ഇറാനിയ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നു. നാശത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന സബ്മോണിഷനുകൾ അടങ്ങിയ ഒരു തരം വാർ ഹെഡാണ് ഇതിനുള്ളത്. ഇത്തരം മിസൈലുകളിൽ ഏറ്റവും പുതിയതാണ് 2023 അവതരിപ്പിച്ച ഖുറാം ഷഹർ 4. രാജ്യത്തിന്റെ പരമോന്നത നേതാവ് നിശ്ചയിച്ചിട്ടുള്ള 2000 കിലോമീറ്റർ പരിധിയിൽ ആയുധം നിലനിർത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കാമെന്ന് വിശകലന വിദഗ്ധരെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബെൻ ഗുരിയോൻ വിമാനത്താവളം ഉൾപ്പെടെ ഇസ്രയേലിലെ നിരവധി സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടതായി ഇറാൻ സായുധ സേന അറിയിക്കുന്നുണ്ട്. ഇസ്രയേലിലെ വിവിധ കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചു. ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകരുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികളും ഇസ്രയേലി മാധ്യമങ്ങളും പുറത്തുവിട്ട ചിത്രങ്ങൾ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതിശക്തമായ ആക്രമണമാണ് ഇസ്രയേലിൽ നടന്നതെന്ന് സേന അറിയിക്കുന്നു. 40 മിസൈലുകളാണ് ഹൈഫയിൽ മാത്രം പതിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട്. മിസൈൽ ആക്രമണത്തിൽ ഹൈഫയിലെ നിരവധി കെട്ടിടങ്ങൾക്കാണ് നാശനഷ്ടമുണ്ടായത്. ഇസ്രയേലിലുടനീളം വ്യോമാക്രമണ സൈറണുകളാണ് മുഴങ്ങുന്നതെന്നും ഇസ്രയേലിന്റെ ഭൂരിഭാഗവും ജാഗ്രതാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പിന്നാലെ മുഴുവൻ വിമാനത്താവളങ്ങളും ഇസ്രയേൽ അടച്ചിരുന്നു. മുൻകരുതൽ എന്ന നിലയിൽ വ്യോമാതിർത്തിയിൽ അടച്ചതായി ഇസ്രയേൽ എയർപോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചു. ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചതിന് മറുപടിയായി 40 മിസൈലുകളായിരുന്നു ഇസ്രയേലിലേക്ക് ഇറാൻ അയച്ചത്. ഇസ്രയേലിലെ 10 ഇടങ്ങളിൽ മിസൈൽ നേരിട്ടാണ് പതിച്ചത്. ഹൈഫയിലും തെല്ലവീവിലും ജെറൂസലേമിലും ഒരേ സമയത്തായിരുന്നു ആക്രമണം നടത്തിയത്. ഹൈഫയിൽ മാത്രം 40 മിസൈലുകളാണ് ഇറാൻ അയച്ചത്. ബെൻ ഗുരിയോൺ എയർപോർട്ട്, ബയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്രങ്ങൾ, കമാൻഡ് കൺട്രോൾ സെന്ററുകൾ എന്നിവയെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ ആക്രമണമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇറാന്റെ 3 പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ടായിരുന്നു ഇസ്രയേലിനുള്ള പിന്തുണ അമേരിക്ക പ്രഖ്യാപിച്ചത്. ഇതോടുകൂടി ലോകം കൂടുതൽ കലുഷിതമായ സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വിശിഷ്യ പശ്ചിമേഷ്യ. അമേരിക്കൻ ആക്രമണങ്ങളോട് ഇറാൻ എങ്ങനെ പ്രതികരിക്കുമെന്നതായിരുന്നു ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ടെഹ്റാനിലെ സെന്റർ ഫോർ മിഡിൽ ഈസ്റ്റ് സ്ട്രാറ്റജിക് സ്റ്റഡീസിലെ സീനിയർ റിസർച്ച് ഫെല്ലോ അബ്ബാസ് അസ്ലാനിയുടെ അഭിപ്രായത്തെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് US ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ 3 രീതിയിൽ പ്രതികരിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. ഒന്ന്, നാശനഷ്ടത്തിന്റെ വലിപ്പം അനുസരിച്ച് പരിമിതമായ പ്രതികരണമായിരിക്കാൻ ഇറാൻ നടത്തുക. എന്നാൽ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണത്തിന് പുറമെ ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയുടെ നേരിട്ടുള്ള പ്രവേശനമാണ് ഉണ്ടായിരിക്കുന്നത്. അമേരിക്ക ഇടപെട്ടാൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇറാൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. രണ്ടാമത്തെ സാഹചര്യം ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും താൽപര്യങ്ങൾക്കെതിരെയുള്ള രാജ്യത്തിന്റെ കൂട്ടുപിടിച്ച് വലിയ ആക്രമണത്തിന് തന്നെ ഇറാൻ മുതിർന്നേക്കാം. ഇതിൽ ഇസ്രയേലി ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടാം, വിശാലമായ ലക്ഷ്യങ്ങളും ഉൾപ്പെടാം. അബ്ബാസ് അസ്ലാനി പറഞ്ഞു. മൂന്നാമത്തെ സാധ്യത 2 രീതിയും സമന്വയിപ്പിച്ച് ആക്രമണത്തിന്റെയും ഉപരോധത്തിന്റെയും രൂപത്തിൽ തിരിച്ചടിക്കലാണെന്നാണ് അബ്ബാസ് അസ്ലാനി കൂട്ടിച്ചേർക്കുന്നത്. ഫോർമൂസ് കടലിടുക്കിലെ ഉപരോധം പോലുള്ള സാധ്യതകൾ കൂടി ഉപയോഗിച്ച് ആക്രമണം ഉപരോധവും ശക്തമാക്കുക എന്ന രീതിയായിരിക്കും മൂന്നാമതായി ഇറാൻ അവലംബിക്കാൻ സാധ്യത. ഇതിനിടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുവാൻ ഇറാന് നിയമസാധുത നൽകുന്നുവെന്ന് ഇറാൻ പാർലമെന്റ് വിദേശകാര്യ സമിതി തലവൻ അബ്ബാസ് ഗോൾഡ്രു പറഞ്ഞു. ആർട്ടിക്കിൾ 10 അനുസരിച്ച് ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുവാൻ ഇറാൻ അവകാശമുണ്ടെന്നാണ് അബ്ബാസ് ഗോൾഡ്രു എക്സിൽ കുറിച്ചത്. അസാധാരണ സംഭവങ്ങൾ തങ്ങളുടെ രാജ്യത്തിന്റെ പരമോന്നത താൽപര്യങ്ങളെ അപകടത്തിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു NPT അംഗത്തിന് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുവാനുള്ള അവകാശമുണ്ടെന്നാണ് ആർട്ടിക്കിൾ 10 പറയുന്നത്. ഇസ്രയേലുമായുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുവാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ആണവായുധങ്ങളുടെ വ്യാപനം തടയുന്നതിനുള്ള ആഗോള ശ്രമങ്ങളിൽ സുപ്രധാന നാഴികക്കല്ലാണ് 1968 ആണവ നിർവ്യാപന കരാർ. സമീപകാല സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ ഉചിതമായ തീരുമാനമെടുക്കൽ പോവുകയാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുവാൻ പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമാണ്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണെന്നാണ് ഇറാനി വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗായി പറഞ്ഞത്. ആണവായുധം ഉപേക്ഷിക്കുക, ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ ഏജൻസിയുടെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുമായി സഹകരിക്കുക ഉൾപ്പെടെയുള്ള നിബന്ധനകളാണ് ആണവ നിർവ്യാപന കരാറിലുള്ളത്. ഈ കരാറിന് കീഴിൽ അമേരിക്ക, UK, ഫ്രാൻസ്, റഷ്യ, ചൈന എന്നിങ്ങനെ 5 രാജ്യങ്ങളെ മാത്രമാണ് ആണവായുധ രാജ്യങ്ങളായി രേഖപ്പെടുത്തിയിട്ടുള്ളത്.
1968 രൂപം കൊണ്ട കരാർ 1970 പ്രാബല്യത്തിൽ വരുന്നത്. ആ വർഷം തന്നെ ഇറാൻ കരാറിന്റെ ഭാഗമായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം 191 രാജ്യങ്ങൾ കരാറിന്റെ ഭാഗമാണ്. എന്നാൽ ഇസ്രയേൽ കരാറിൽ ഒപ്പുവച്ചിട്ടില്ല. ഇറാനിലെ ആണവ നിലയങ്ങളെ ആക്രമിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുമ്പോൾ ആക്രമണങ്ങളെയും നിസ്സാരവൽക്കരിക്കുകയാണ് ഇറാൻ മാധ്യമങ്ങൾ. ആണവ ചോർച്ചയിലെന്ന് ഇറാൻ ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കി. ഫോർദോ ആണവ നിലയത്തിന്റെ പ്രവേശന കവാടത്തിലും പുറത്തേക്കുള്ള വഴികളിലുമുള്ള 2 തുരങ്കങ്ങൾക്ക് മാത്രമാണ് കേടുപാടുകൾ സംഭവിച്ചതെന്നാണ് സർക്കാർ നിയന്ത്രണത്തിലുള്ള TV ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫോർദോ ആണവ കേന്ദ്രം നശിപ്പിച്ചെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന നുണയാണെന്നാണ് ഒരു ചാനൽ അവതാരകൻ പറഞ്ഞതായി BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ഫോർദോയുടെ ഒരു ഭാഗത്ത് ആക്രമണം നടന്നതായി സ്ഥിരീകരിച്ച് ഖോം പ്രവിശ്യ ക്രൈസിസ് മാനേജ്മെന്റ് വക്താവ് മോർട്ടേസ ഹെയ്ദാരി പിന്നീട് മുഴുവൻ പ്രവിശ്യയും ശാന്തമാണെന്ന് വ്യക്തമാക്കി. സ്ഫോടനങ്ങൾ അത്ര ഉച്ചത്തിലായിരുന്നില്ല എന്ന് ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പല ഇറാനിയൻ മാധ്യമങ്ങളും ആക്രമണങ്ങളെ നിസ്സാരവൽക്കരിക്കുവാൻ ശ്രമിച്ചതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംഘർഷം രൂക്ഷമായതോടെ ഇറാനിൽ പലയിടങ്ങളിലും ഇന്റർനെറ്റ് സേവനങ്ങൾ തടസ്സപ്പെട്ടു. അതിനാൽ ഇറാനിയൻ മാധ്യമങ്ങളുടെയും സ്റ്റേറ്റ് മീഡിയകളെയും റിപ്പോർട്ടുകളെയും കൂടുതൽ ആശ്രയിക്കേണ്ടി വരുന്നതായും BBC റിപ്പോർട്ടിൽ പറയുന്നു. ഇറാനിൽ US നടത്തിയ ആക്രമണങ്ങളെ നഗ്നമായ കടന്നാക്രമണമെന്നാണ് ഹമാസ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആക്രമണം രാജ്യാന്തര നിയമങ്ങളുടെ നഗ്നമായ ലംഘനവും രാജ്യാന്തര സമാധാനത്തിനും സ്ഥിരതയ്ക്കും നേരിട്ടുള്ള ഭീഷണിയാണെന്നുമാണ് ഹമാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചിരുന്നു. ഏകദേശം 1200 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ഇതിന് മറുപടിയായി ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ 10,000 കണക്കിന് പലസ്തീനികൾ കൊല്ലപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.